നിരവധി വിജയചിത്രങ്ങളുള്ള 2006-ൽ ഏറ്റവും വലിയ 10ാമത്തെ വിജയമായി മാറിയത് മോഹൻലാൽ ഷാജി കലാസ് ടീമിന്റെ ബാബ കല്യാണി ആയിരുന്നു. എസ്.എൻ. സ്വാമിയുടെ തിരക്കഥയിലൊരുങ്ങിയ ഈ ചിത്രം നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു. വലിയ ഹൈപ്പിലാണ് ചിത്രം തിയേറ്ററിലെത്തിയത്. മോഹൻലാൽ മീശ വിരിച്ചെത്തിയ ഈ ചിത്രം ഷാജി കലാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്നു എന്നത് തന്നെ വലിയ ഹൈപ്പിന് കാരണമായിരുന്നു. ചിത്രം പക്ഷേ പ്രതീക്ഷ നിലനിർത്തിയില്ല. ആവറേജ് അഭിപ്രായം മാത്രമാണ് ചിത്രത്തിന് നേടാനായത്. എങ്കിലും വലിയ ഇനീഷ്യലിൻ്റെ സഹായത്തോടെ ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 2006-ലെ ഏറ്റവും വലിയ 9ാമത്തെ വിജയം ശ്രീനിവാസന്റെ യെസ് യുവർ ഓണർ. ശ്രീനിവാസൻ, പത്മപ്രിയ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി VM വിനു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ടി ദാമോദരനായിരുന്നു. PV ഗംഗാധരനായിരുന്നു ചിത്രം നിർമ്മിച്ചത്. ചെറിയ ഹൈപ്പിൽ റിലീസായ ചിത്രം മികച്ച അഭിപ്രായം നേടിയാണ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തത്. 8ാമത്തെ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറിയത് ദിലീപിന്റെ ചെസ് ആയിരുന്നു. ഭാവന ദിലീപിന്റെ നായികയായി എത്തിയ ചിത്രത്തിൽ വലിയ താരനിരയുണ്ടായിരുന്നു. ജഗതി, ആശിഷ് വിദ്യാർത്ഥി, വിജയരാഘവൻ, ഭീമൻ രഘു, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരെല്ലാം ഈ ചിത്രത്തിലുണ്ടായിരുന്നു. ദിലീപിന്റെ പതിവ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രതികാര കഥയാണ് രാജ്ബാബു പറഞ്ഞത്. ചിത്രത്തിന് മികച്ച അഭിപ്രായമായിരുന്നു തിയേറ്ററിൽ ലഭിച്ചത്. ഏറ്റവും വലിയ 7ാമത്തെ വിജയം സുരേഷ് ഗോപിയുടെ ചിന്താമണി കൊലക്കേസ്. ഷാജി കലാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് കഥയും തിരക്കഥയും ഒരുക്കിയത് AK സാജനായിരുന്നു. ലീഗൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ചിത്രം ഷാജി കലാസിന്റെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ ചിത്രങ്ങളിലൊന്നാണ്. സുരേഷ് ഗോപി ലാൽ കൃഷ്ണ വിരാടിയാർ എന്ന വക്കീലായാണ് ചിത്രത്തിലെത്തിയത്. സുരേഷ് ഗോപിയുടെ തീർത്തും ഗംഭീരമായ പ്രകടനമായിരുന്നു ചിന്താമണി കൊലക്കേസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആദ്യ ദിവസങ്ങളിൽ മികച്ച റിപ്പോർട്ട് നേടി ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിച്ച ചിത്രത്തിന് വലിയ വിനയായി മാറിയത് വ്യാജ CD-യുടെ പ്രചരണമായിരുന്നു. ചിത്രം വെറുമൊരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഒതുങ്ങാൻ വ്യാജ CD പ്രചരണം കാരണമായി. സുരേഷ് ഗോപിക്കൊപ്പം വലിയ താരനിരയും ഈ ചിത്രത്തിലുണ്ടായിരുന്നു. സായ് കുമാർ, തിലകൻ, ഭാവന, വാണി വിശ്വനാഥ് തുടങ്ങിയവരെല്ലാം ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. 2006-ലെ ഏറ്റവും വലിയ 6ാമത്തെ വിജയം ദിലീപിന്റെ ലയൺ. ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ഉദയകൃഷ്ണ CBK തോമസ് ആയിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെയും ഗണേശന്റെയും ജീവിതത്തോട് ഏതാണ്ട് സിമിലാരിറ്റി പുലർത്തിയ കഥയായിരുന്നു ചിത്രത്തിന്. മികച്ച അഭിപ്രായം നേടിയ ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി എത്തിയത് കാവ്യ മാധവനായിരുന്നു. മികച്ച 2 ഗാനങ്ങളും ചിത്രത്തിനുണ്ടായിരുന്നു. മികച്ച അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയത്. ദിലീപിന്റെ സ്ഥിരം ചിത്രങ്ങളിൽ നിന്ന് മാറി തീർത്തും ഒരു പൊളിറ്റിക്കൽ ഡ്രാമ സെനാരിയോയിലാണ് ചിത്രം ഒരുങ്ങിയത്. ദിലീപ് കോമഡി ട്രാക്കിൽ നിന്ന് മാറി ഗൗരവമേറിയ വേഷമാണ് ഈ ചിത്രത്തിൽ ചെയ്തതും. 2006-ൽ ദിലീപിന് ലഭിച്ച 2 ഹിറ്റ് ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ സ്ഥിരം ട്രാക്കിലുള്ള കോമഡി ചിത്രങ്ങളിൽ നിന്ന് മാറിയുള്ളവയിലായിരുന്നു. ലയൺ ആണെങ്കിലും ചെസ് ആണെങ്കിലും അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളും സിനിമയും കോമഡിയുടെ ട്രാക്കിലുള്ളതായിരുന്നില്ല. 2006-ലെ ഏറ്റവും വലിയ 5ാമത്തെ വിജയം മോഹൻലാൽ ഷാജൂൺ കാര്യാൽ ടീമിന്റെ വടക്കുംനാഥൻ. ഒരുപാട് കാലം റിലീസ് കാത്തിരുന്ന ചിത്രം തിയേറ്ററിലെത്തിയത് 2006-ലായിരുന്നു. മികച്ച അഭിപ്രായം നേടിയ സിനിമ വമ്പൻ ഹിറ്റായി മാറുകയായിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ വലിയ തരംഗമായിരുന്നു. രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു ചിത്രത്തിന് സംഗീതം നൽകിയത്. സിനിമ ഇറങ്ങുന്നതിനും ഒരുപാട് മുന്നേ തന്നെ ചിത്രത്തിലെ ഗാനങ്ങൾ റിലീസായി വലിയ ഹിറ്റായി മാറി. മോഹൻലാൽ, പത്മപ്രിയ ടീമാണ് ഈ ചിത്രത്തിൽ നായികയും നായകനുമായി എത്തിയത്. കാവ്യ മാധവനും ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു. മോഹൻലാലിൻ്റെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിൻ്റെ തിരക്കഥയൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി ആയിരുന്നു. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗാനങ്ങളും മോഹൻലാലിൻ്റെ പ്രകടനവുമായിരുന്നു. എല്ലാതരം പ്രേക്ഷകർക്കും തൃപ്തിപ്പെടുത്തുന്ന ചിത്രമായിരുന്നു വടക്കുംനാഥൻ. എങ്കിലും കുടുംബ പ്രേക്ഷകരാണ് ഈ സിനിമയെ വലിയ ഹിറ്റാക്കി മാറ്റിയത്. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം 100-ലധികം ദിവസങ്ങളാണ് വടക്കുംനാഥൻ പ്രദർശിപ്പിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയത്. 2006-ലെ ഏറ്റവും വലിയ 4ാമത്തെ വിജയം മമ്മൂട്ടിയുടെ തുറുപ്പുകുലാൻ. ഏപ്രിൽ വിഷു സീസണിൽ റിലീസിനെത്തിയ തുറുപ്പുകുലാൻ സംവിധാനം ചെയ്തത് ജോണി ആൻ്റണി ആയിരുന്നു. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു തുറുപ്പുകുലാൻ. മമ്മൂട്ടി ഗുലാൻ എന്ന ടൈറ്റിൽ കഥാപാത്രമായി മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിത്രമായിരുന്നു തുറുപ്പുകുലാൻ. ജോണി ആൻ്റണി ആ സമയം ഹിറ്റ് മേക്കർ ഡയറക്ടറായിരുന്നു. മമ്മൂട്ടിക്കൊപ്പം അദ്ദേഹം ആദ്യം ഒരുമിച്ച തുറുപ്പുകുലാൻ വമ്പൻ ഹിറ്റായി മാറി. വിഷു വെക്കേഷൻ സീസണിൻ്റെ അഡ്വാൻറ്റേജോടുകൂടെ മികച്ച അഭിപ്രായം നേടിയ തുറുപ്പുകുലാൻ തീർത്തും ഒരു കളർഫുൾ എൻ്റർടൈനർ എന്ന നിലയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത്. 2005-ൽ മമ്മൂട്ടി രാജമാണിക്യത്തിലൂടെ തീർത്ത വലിയ തരംഗം 2006-ൽ തുറുപ്പുകുലാനിലൂടെ തുടർന്നു എന്ന് പറയാം. ജോണി ആൻ്റണിക്കും അദ്ദേഹത്തിൻ്റെ കരിയറിൽ CID മൂസയ്ക്കും കൊച്ചി രാജാവിനു ശേഷം വമ്പനൊരു ഹിറ്റ് കൂടെ ലഭിച്ചു.
വല്ലപ്പോഴും മാത്രം മമ്മൂട്ടിയെ കാണുന്ന ജോണറായ കോമഡി എൻ്റർടൈനർ ആയിരുന്നു ഈ ചിത്രം. മമ്മൂട്ടിക്കൊപ്പം വലിയ താരനിരയും ചിത്രത്തിലുണ്ടായിരുന്നു. സ്നേഹയായിരുന്നു മമ്മൂട്ടിയുടെ നായികയായി എത്തിയത്. 2006 ഏറ്റവും വലിയ മൂന്നാമത്തെ വിജയം. മേജർ രവി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം കീർത്തി ചക്ര. സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ RB ചൗധരി നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം RB ചൗധരിയുടെ മകനായ ജീവയും പ്രധാന കഥാപാത്രമായെത്തി. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച പട്ടാള ചിത്രമെന്ന് അടിവരയിട്ട് പറയാവുന്ന ചിത്രമായിരുന്നു കീർത്തി ചക്ര. വലിയ ഹൈപ്പില്ലാതെ തിയേറ്ററിലെത്തി വമ്പൻ ഹിറ്റായാണ് കീർത്തി ചക്ര മാറിയത്. ചിത്രത്തിലെ നായക കഥാപാത്രമായ മോഹൻലാലിൻ്റെ മേജർ മഹാദേവൻ മലയാളത്തിലെ ഒരു ഫ്രാഞ്ചൈസ് കഥാപാത്രമായി മാറി. മേജർ രവിയുടെ ആദ്യ ചിത്രമായിരുന്നു കീർത്തി ചക്ര. മലയാളികൾ അന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരു പട്ടാള ചിത്രമായിരുന്നു കീർത്തി ചക്ര. മികച്ച ഗാനങ്ങളടങ്ങിയ ചിത്രം തിയേറ്ററിൽ വമ്പൻ വിജയമാണ് നേടിയത്. 2006 ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി കീർത്തി ചക്ര മാറി. മലയാളികൾ അന്ന് വരെ കാണാത്ത തരത്തിലുള്ള പട്ടാള സീനുകളാണ് കീർത്തി ചക്രയിൽ മേജർ രവി ഒരുക്കിയത്. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ പലതും ഈ ചിത്രത്തിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ മലയാളികൾക്ക് പുതിയൊരു അനുഭവം സമ്മാനിച്ച മിലിറ്ററി ത്രില്ലർ ചിത്രമായിരുന്നു കീർത്തി ചക്ര. ഏറ്റവും വലിയ രണ്ടാമത്തെ വിജയമായി മാറിയത് മോഹൻലാലും സത്യനന്ദിക്കാടും ഒരിടവേളയ്ക്ക് ശേഷം ഒരുമിച്ച രസതന്ത്രം. സത്യനന്ദിക്കാട് രചനയും സംവിധാനവും നിർമ്മിച്ച ഈ ചിത്രം നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു. പിൻഗാമിക്ക് ശേഷമാണ് മോഹൻലാലും സത്യനന്ദിക്കാടും ഈ ചിത്രത്തിലൂടെ ഒരുമിക്കുന്നത്. മികച്ച ഗാനങ്ങളടങ്ങിയ ചിത്രം തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടി വമ്പൻ വിജയമാണ് നേടിയത്. മോഹൻലാലിന്റെ നായികയായി മീര ജാസ്മിൻ എത്തിയ ചിത്രത്തിൽ ഭരത് ഗോപി, തിലകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇന്നസെന്റ് തുടങ്ങിയ വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു. 2006 വിഷു വെക്കേഷൻ സീസണിൽ റിലീസ് ചെയ്ത ചിത്രം ഗംഭീര അഭിപ്രായം നേടി കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ വമ്പൻ ഹിറ്റിലേക്ക് പോയി. ചിത്രം ഏതാണ്ട് 13ഓളം തിയേറ്ററുകളിൽ 100ലധികം ദിവസങ്ങൾ പിന്നിട്ടു. 2006 മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ വിജയ ചിത്രമായി രസതന്ത്രം മാറി. രസതന്ത്രത്തിന് ശേഷം കീർത്തി ചക്രയും വടക്കുനാഥനും മോഹൻലാലിന് വലിയ ഹിറ്റുകൾ 2006 സമ്മാനിച്ചിരുന്നു. 2006 ഏറ്റവും വലിയ വിജയം ലാൽ ജോസിന്റെ ക്ലാസ്മേറ്റ്സ്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത്. ചെറിയ ഹൈപ്പിൽ റിലീസായ ഈ യുവതാര ചിത്രം അഭൂതപൂർവമായ അഭിപ്രായം നേടി വമ്പൻ ഹിറ്റിലേക്കാണ് പോയത്. രാജമാണിക്യത്തിന്റെ സർവകാല റെക്കോർഡ് കളക്ഷൻ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റായ ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്സ്. 2006 ഏറ്റവും വലിയ വിജയമായി ക്ലാസ്മേറ്റ്സ് മാറിയതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ജെയിംസ് ആൽബർട്ട് ആയിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കലാലയ ചിത്രം എന്ന പേര് ക്ലാസ്മേറ്റ്സിന് നൽകാം. അത്രയേറെ ഗംഭീരമായ ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്സ്. സിനിമയിലെ ഗാനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ യുവാക്കൾക്കിടയിൽ തരംഗമായി മാറി. പ്രത്യേകിച്ചും വിനീത് ശ്രീനിവാസൻ ആലപിച്ച എൻ്റെ കൽബിലെ എന്ന് തുടങ്ങുന്ന ഗാനം വലിയ രീതിയിൽ ട്രെൻഡായി മാറി. യുവ പ്രേക്ഷകരായിരുന്നു ചിത്രത്തിന് കൂടുതലും തിയേറ്ററിലെത്തിയത്. മലയാള സിനിമ അന്ന് വരെ കാണാത്ത തരത്തിലുള്ളൊരു തരംഗമായി ക്ലാസ്മേറ്റ്സ് 2006 മാറി. അലക്സ് പോൾ ആയിരുന്നു ചിത്രത്തിന് സംഗീതം നൽകിയത്. പ്രധാന താരങ്ങളായി പൃഥ്വിരാജും നരയനും കാവ്യമാധവനും ഇന്ദ്രജിത്തും ജയസൂര്യയും രാധികയും എത്തി. 2006 ഈ 10 ചിത്രങ്ങൾ ഒഴികെ വേറെയും ചില ഹിറ്റ് ചിത്രങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടവ അച്ഛൻ ഉറങ്ങാത്ത വീട്, വാസ്തവം, മധുചന്ദ്രലേഖ എന്നിവയായിരുന്നു. മലയാള സിനിമയെ സംബന്ധിച്ച് തരക്കേടില്ലാത്തൊരു വർഷമായിരുന്നു 2006. മമ്മൂട്ടിക്കും മോഹൻലാലിനും ദിലീപിനും ഒക്കെ ഹിറ്റ് ചിത്രങ്ങൾ ലഭിച്ച വർഷവുമായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ വലിയ പരാജയങ്ങളും ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു. 2006 ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് 3 ചിത്രങ്ങളാണ്. 1 ക്ലാസ്മേറ്റ്സും, 2 രസതന്ത്രവും, 3 കീർത്തി ചക്രയും.